നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പിൻഗാമികൾ പിറക്കുന്നു. ജയലളിതയ്ക്ക് പിൻഗാമിയാകാൻ ചിന്നത്തലവിയുടെ തിരക്കിട്ട കരുനീക്കങ്ങൾക്കിടെ പുതിയ അവകാശവാദവുമായി ജയയുടെ സഹോദരപുത്രി ശശികല പാർട്ടി നേതൃത്വം ഏറ്റെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമെന്നും ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമി താനെന്നും ദീപ ജയകുമാർ. ദീപയുടെ അപ്രതീക്ഷിത രംഗപ്രവേശത്തിൽ കലങ്ങി തമിഴ് രാഷ്ട്രീയം. ജയയെ കാണാൻ ആശുപത്രിയിലും അന്ത്യദർശനത്തിന് രാജാജി ഹാളിലും എത്തിയ തന്നെ തടഞ്ഞു നിർത്തിയത് ശശികലയുടെ നിർദ്ദേശപ്രകാരമെന്ന് ദീപ. രാജ്യാന്തര പത്രപ്രവർത്തനത്തിൽ വിദേശ ബിരുദധാരിയായ ദീപയുടെ താമസം ചെന്നൈ ടി നഗറിൽ. ജയയുടെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ സഹോദരനായ ദീപകിനെ അനുവദിച്ചെങ്കിലും ദീപയെ അകറ്റി നിർത്തിയത് ശശികലയെന്ന ആക്ഷേപം. അതേസമയം ദീപയുടെ ഉന്നം പാർട്ടിയും ഭരണവുമല്ല, ജയയുടെ കണക്കിട്ട സ്വത്തിലെന്ന അഭ്യൂഹം. ജയലളിതയുടെ വിൽപത്രം സംബന്ധിച്ച വിവരങ്ങൾ അവ്യക്തമായിരിക്കെ സഹോദരപുത്രിയെ ശശികല അകറ്റി നിർത്തിയത് സംശയകരം. രാഷ്ട്രീയത്തിൽ താൽപര്യമില്ലാത്ത താൻ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് ചിന്തിക്കുമെന്നും ദീപ. മാപ്പിൽ തീരാത്ത മധ്യപ്രദേശ്. മധ്യപ്രദേശ് സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി പിണറായി. പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തന്നെ തടഞ്ഞ നടപടി അനുചിതം. സംസ്ഥാനത്ത് ഇതുവരെ ഒരു BJP നേതാവിനെയും തടഞ്ഞിട്ടില്ല. മധ്യപ്രദേശിൽ കണ്ടത് RSS സംസ്കാരമെന്നും മടങ്ങിയെത്തിയ പിണറായി മാധ്യമങ്ങളോട്. ഭോപ്പാലിൽ മലയാളി സംഘടനകളുടെ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിണറായിയെ പോലീസ് തടഞ്ഞത് ഇന്നലെ. മധ്യപ്രദേശ് സർക്കാർ പ്രവർത്തിച്ചത് RSSന് വേണ്ടിയെന്നും മാപ്പ് പറഞ്ഞതുകൊണ്ട് പ്രശ്നം അവസാനിക്കില്ലെന്നും മുഖ്യമന്ത്രി. ആ കത്തിന് പിന്നിൽ. ധനകാര്യ വകുപ്പിനെതിരെ വിജിലൻസ് ഡയറക്ടർ നൽകിയ കത്തിന് പിന്നിൽ ജേക്കബ് തോമസിന് മേൽ നടപടി ആവശ്യപ്പെട്ട് KM എബ്രഹാം നൽകിയ റിപ്പോർട്ടെന്ന് സൂചന. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസ് നടത്തിയ ഡ്രഡ്ജർ ഇടപാടിൽ 10 കോടിയുടെ ക്രമക്കേട് ആരോപിച്ചാണ് ധനവകുപ്പിന്റെ നടപടി ആവശ്യം. തുറമുഖ വകുപ്പിന് മണ്ണുമാന്തി കപ്പൽ വാങ്ങിയത് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ടെൻഡർ തള്ളിയെന്നും നടന്നത് ഗുരുതരമായ അഴിമതിയെന്നും ധനകാര്യ പരിശോധനാ വിഭാഗം. ഇടനിലക്കാരും ഡയറക്ടറുമായി നടന്ന ഇമെയിൽ സംഭാഷണങ്ങളിൽ ക്രമക്കേടിനെ കുറിച്ചുള്ള വിവരങ്ങളുള്ളതായും സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ പരാമർശം. എന്നാൽ അനധികൃത സ്വത്ത് വിഷയത്തിൽ ധനകാര്യ സെക്രട്ടറിയുടെ വസതിയിൽ നടത്തിയ വിജിലൻസ് റെയ്ഡാണ് തനിക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ജേക്കബ് തോമസ്. വ്യാപകമായ അഴിമതി ആരോപിക്കപ്പെടുന്ന മറ്റു വകുപ്പുകളിലൊന്നും പരിശോധനയില്ല. താൻ ജോലി ചെയ്ത വകുപ്പുകൾ തിരഞ്ഞുപിടിച്ചാണ് അന്വേഷണമെന്നും വിജിലൻസ് ഡയറക്ടറുടെ ആക്ഷേപം. പറന്നു വന്ന വിവാദം. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അറസ്റ്റിലായ വ്യോമസേന മുൻ മേധാവിയുടെ വെളിപ്പെടുത്തലിൽ പ്രതിരോധമില്ലാതെ കോൺഗ്രസ്. ശതകോടികളുടെ അഴിമതി നടന്ന ഇടപാടിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസ് ഇടപെട്ടതായി SP ത്യാഗി. വിവാദ കമ്പനിക്ക് അനുകൂലമായി വ്യവസ്ഥകൾ മാറ്റിയത് രാഷ്ട്രീയ നിർദ്ദേശം അനുസരിച്ചെന്നും ത്യാഗി. ഹെലികോപ്റ്ററുകളുടെ പരമാവധി പറക്കൽ ഉയരം സംബന്ധിച്ച വ്യവസ്ഥ മാറ്റാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തി. നിബന്ധനകളിൽ ഇളവ് വരുത്തിയത് PMO കൂടി ഉൾപ്പെട്ട് കൂട്ടായി എടുത്ത തീരുമാനം. ത്യാഗിയുടെ വെളിപ്പെടുത്തലുകളിൽ മൗനം പാലിച്ച് കോൺഗ്രസ് നേതാക്കൾ. 3600 കോടിയുടെ ഇടപാടിൽ ത്യാഗിക്കും കുടുംബത്തിനും കോടികളുടെ കോഴ ലഭിച്ചെന്ന് തെളിഞ്ഞതായി CBI. ഈ പണം ഉപയോഗിച്ച് ത്യാഗി 100 കണക്കിന് ഏക്കർ ഭൂമി വാങ്ങിക്കൂട്ടിയതിനും തെളിവ്. എന്നാൽ താൻ കൃഷിഭൂമി വാങ്ങിയത് ഇടപാടിന്റെ കാലപരിധിക്കും വളരെ മുമ്പെന്ന് ത്യാഗിയുടെ വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.